ഈ മണിക്കൂറിലെ വാർത്തയുമായി ഞാൻ സ്മൃതി പരുത്തിക്കാട്, എന്നോടൊപ്പം ലിവിനും. ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലകളിലൂടെ ചുറ്റിക്കറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ആന ജനവാസ മേഖലയിലുണ്ട്. കഴിഞ്ഞ രാത്രിയിലും കാട്ടുകൊമ്പൻ കന്നിമല ലോവർ ഡിവിഷനിലെത്തി. മേഖലയിൽ വ്യാപകമായ കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ദിവസം മൂന്നാർ ടൗണിനരികിലും പടയപ്പ എത്തിയിരുന്നു. സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകും. സന്ദീപ്, ഈ പടയപ്പ ഇടയ്ക്കിടയ്ക്ക് ഇടുക്കിയിൽ പലയിടത്തായി വന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? സ്മൃതി പരുത്തിക്കാട്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പടയപ്പ ഈ ജനവാസ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഗ്രാംസ്ലാൻഡ്, അതുപോലെ പെരിയവാര, കന്നിമല തുടങ്ങിയ എസ്റ്റേറ്റുകളിലായി ഒരാഴ്ചയോളമായി കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാന ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് തൊഴിലാളികൾക്കടക്കം പുറത്തേക്ക് ഇറങ്ങുവാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്നലെയും കന്നിമല എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി ഇവിടെ ഉണ്ടായിരുന്ന കൃഷിവിളകൾ നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പടയപ്പയിൽ ആക്രമണ സ്വഭാവം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ നാട്ടുകാർക്കിടയിലുണ്ട്. മുമ്പൊക്കെ പടയപ്പ ഒരു കാഴ്ചയായി, രസകരമായ കാഴ്ചയായി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, ഒപ്പം തന്നെ ഈ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആക്രമണ സ്വഭാവം ഈ കാട്ടാനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാട്ടാനയെ തുരത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫലപ്രദമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 എസ്റ്റേറ്റുകളിലായി കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ കാട്ടാന തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതാനും ദിവസം മുമ്പ് മൂന്നാറിന്റെ ടൗണിലേക്കും കാട്ടാന എത്തിയിരുന്നു. ടൗണിന്റെ പരിസരത്തെത്തിയ കാട്ടാനയെ RRT സംഘമാണ് ഈ ടൗണിൽ നിന്ന് തുരത്തി ഓടിച്ച് മാറ്റിവിട്ടത്. എന്നാൽ അതിനുശേഷം കാട്ടാന പിന്നീട് കന്നിമലയിലും ഒപ്പം തന്നെ ഗ്രാംസ്ലാൻഡ്, പെരിയവാര ഈ ഒരു മേഖലയിലായി തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ അടുത്ത കാലങ്ങളിൽ പടയപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മറയൂരടക്കമുള്ള മേഖലകളിലേക്ക് പോവുകയും തിരികെ ഈ മൂന്നാറിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായിരുന്നാലും ഈ മേഖലയിൽ ആകെ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിനൊപ്പം തന്നെയാണ് ആക്രമണ സ്വഭാവത്തിലേക്ക് പടയപ്പ വഴിമാറുകയും ഈ തോട്ടം തൊഴിലാളികൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ വലിയ നാശം വിതച്ചുകൊണ്ട് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. വനമേഖലയിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ വനമേഖലയിലേക്ക് കാട്ടാനയെ തുരത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാരും തോട്ടം തൊഴിലാളികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്മൃതി പരുത്തിക്കാട്, ശരി, രാപകൽ വ്യത്യാസമില്ലാതെ പടയപ്പയുടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇടുക്കിയിൽ എന്നുള്ളതാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്.